സുഖാണ് എല്ലാവർക്കും. ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ 8ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും കമൻസ് ആയിട്ടും അതുപോലെ തന്നെ ഡൗട്ട്സ് ഒക്കെ ഉള്ളതിനോട് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മറുപടി ആയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതായത് പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില മോക്കുരു വന്ന പാടുകളുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്കിന്നുണ്ട്. ചിലർക്ക് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ചില ഭാഗത്ത് മാത്രമായിട്ടും ഇങ്ങനെ കരുവാളിപ്പ്, അതായത് ടാനായിട്ടും പല രീതിയിലും നമ്മുടെ മുഖത്തും കൈകാലിലൊക്കെ കരുവാളിപ്പും കറുത്ത പടലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതും നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആർക്കും പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓൺലൈനിലൊന്നും സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. കിട്ടണമെങ്കിൽ തന്നെ ഒരു മാസം 1.5 മാസമൊക്കെ സമയമാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ കിട്ടുന്ന കാര്യം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളുടെ ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സമയത്തെന്ന് വെച്ചാൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ വേർത്തൊലിക്കുകയാണ്. ഇപ്പോൾ ടെറസിലാണ് നിൽക്കണേ, കാറ്റ് കുറേശ്ശെ ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. ആവിക്കലെന്ന് പറയില്ല, ആവിയാണ്. അതുപോലെ അകത്ത് നിന്നാലും നമുക്ക് ആവിയായിരിക്കും. അപ്പോൾ ഈ ചൂടിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ സൂര്യാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇപ്പോൾ സ്കിന്നിൽ നിറയെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അതായത് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുക, അല്ലെങ്കിൽ ചൊറിച്ചിൽ, പിന്നെ അസഹനീയമായ ചൊറിച്ചിൽ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റെമഡിയാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഇതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിലേക്ക് കിടക്കാം. അപ്പോൾ കുറേ പേർക്ക് ഉപകാരമാവും. അതുപോലെ നമ്മുടെ സ്കിന്നിൽ വട്ടച്ചൊറിയോ അല്ലെങ്കിൽ സ്കിൻ അലർജിക് ഇഷ്യൂസോ ഒക്കെ മാറാനായിട്ടും ഈ ഒരു റെമഡി നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താ പറയുക, കണിക്കൊന്ന, അതായത് നമ്മുടെ വിഷുവിനൊക്കെ നമ്മൾ കണി വെക്കില്ലേ. അപ്പോൾ വിഷുവിന് വെക്കുന്ന ആ കണിയുടെ കൊന്ന എത്ര പേരുടെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുക്കുക. ഒരു ഇല എന്ന് വെച്ചാൽ ഒരു പിടി ഇങ്ങനെ ഊരിയെടുക്കുക. അത് ഒരു ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിട്ട് കുളിക്കുക, മുഖം കഴുകുക. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന നമ്മളുടെ ചൂടുകുരുവോ അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതും കൊണ്ട് മാറാൻ സഹായിക്കും. അതായത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തുണ്ടാകുന്ന ഈ വട്ടച്ചൊറി പോലുള്ള പ്രശ്നങ്ങൾ പരിഹാരമാണ് നമ്മളുടെ കണിക്കുന്നോടെ ഇല. തേങ്ങാവെള്ളം കുട്ടികൾക്കൊക്കെ അത് ഉപയോഗിക്കാവേ. തേങ്ങാവെള്ളം എടുത്തിട്ട് അതെടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക. നമ്മളുടെ ദേഹത്ത് അതൊന്നും തികയത്തില്ലല്ലോ തേങ്ങാവെള്ളം. അതേസമയം നമ്മളുടെ ഫേസിലും നെക്കിലൊക്കെ ഈ കഴുത്തിനടിയിലൊക്കെ ഈ ഭാഗത്തൊക്കെ ചിലർക്ക് നന്നായിട്ട് കുരുവുണ്ട്. എൻ്റെ കൂട്ടുകാർ പലരും എനിക്ക് മെസ്സേജ് ചെയ്ത്, വാട്സപ്പിലും പല ആൾക്കാരും എനിക്ക് നമ്മളുടെ ഇങ്ങനെ നമ്മളിരിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗമില്ലേ, വിടവ് ഭാഗമില്ലേ, ആ ഭാഗത്തൊക്കെ നിറച്ച് കുരുക്കൾ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ ചെവിയുടെ ഈ ഭാഗം, ബാക്ക് സൈഡിലെ ഭാഗത്തൊക്കെ കുരുക്കൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വേർപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെമഡി കൂടെ നമ്മുടെ ഈ തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഹമാസകലം തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ റെമഡിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിലും ഉപയോഗിച്ചാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. വളരെ വേഗത്തിൽ കുഞ്ഞുങ്ങളുടെ ഈ ചൂടുകുരുവൊക്കെ പോകാനായിട്ടും, ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫാസ്റ്റായിട്ട് മാറാനായിട്ടും ഈ 2 റെമഡി സഹായിക്കും. അതുപോലെ നമ്മളുടെ 8ാമത്തെ ദിവസത്തെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനുള്ള ഒരു റെമഡി പറഞ്ഞുതരാം. ആ റെമഡിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടോ എന്നുള്ള കാര്യമാണ്. മുരിങ്ങയില ഉണ്ടെച്ചാൽ അതാണ് നമുക്ക് ഏറ്റവും നമ്മൾ ഇന്ന് യൂസ് ചെയ്യണ റെമഡിയിലുള്ള ഒരു കാര്യം. നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സംഗതിയാണ് മുരിങ്ങയില. നമ്മുടെ ശരീരത്ത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം ചെയ്യുന്ന ആട്ടിൻ സൂപ്പിനേക്കാളും 7 ഇരട്ടി ഗുണമുണ്ടെന്നാണ് പറയുന്നത് നമ്മളുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് ഈ സമയത്ത് കഴിക്കാം. നമ്മളുടെ നന്നായിട്ട് ആരോഗ്യം കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ മുരിങ്ങയില. അപ്പോൾ നമ്മൾ മുരിങ്ങയില ഉപയോഗിച്ചാണ് നമ്മളുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള റെമഡി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു 7 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. അതിന് ശേഷം ആഴ്ചയിൽ 1-2 വട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഒരു മാസത്തിനുള്ളിലൊക്കെ നന്നായിട്ട് ആ പാട് തന്നെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെമഡി ചെയ്യുക എന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. ഇതിപ്പോൾ മരമുരിങ്ങ എന്ന് പറയുമെന്ന് തോന്നുന്നു. കുറേ പൊക്കം വയ്ക്കണതാണ്. ചെടിമുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റിയായിട്ട് വളരെ ഇത് വലുതാണ്. അപ്പോൾ ഇത് കുറച്ച് 2-3 പിടി ഞാനിങ്ങനെ ഊരിയെടുത്തു.
അതിന് ശേഷം നന്നായിട്ട് കഴുകണം കേട്ടോ, അതിനകത്ത് പുഴുവൊക്കെ ഉണ്ട് നോക്കണം. അതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. റോസ് വാട്ടർ ഇല്ലാച്ചാൽ അല്പം വെള്ളം ഒരു തുള്ളി വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അതിന് ശേഷം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഇച്ചിരി കൂൾ നമ്മൾ അഥവാ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യാം. അല്ലാതെ നമുക്ക് ചുമ്മാ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഇത് ചീത്തയായി പോവും. പെട്ടെന്നൊരു ചീത്ത മണം, ബാഡ് സ്മെല്ലുണ്ടാവും. അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. റോസ് വാട്ടർ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഹണി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അലോവേര നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഇതിലേക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒരുപാട് നാളായ പാടുകളൊക്കെ മാറാനായിട്ട് രക്തചന്ദനം വളരെ നല്ലതാണ്. ഏറ്റവും നല്ല ശുദ്ധമായ നമ്മളുടെ രക്തചന്ദനം വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി കൂടെ ആഡ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഒരു 5 സ്പൂണാണ് നമ്മളുടെ മുരിങ്ങ ഇല അരച്ചതെങ്കിൽ അതിലേക്ക് ഒരു വലിയ സ്പൂൺ നമ്മുടെ രക്തചന്ദനവും ഒരു വലിയ സ്പൂൺ തന്നെ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ ഉണ്ടാവും, ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആവണ്ട. ഇനി നമുക്ക് സെക്കൻഡ് റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ മുരിങ്ങയില നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് അരിപ്പൊടിയില്ലേ, നല്ല പൊടി ഫൈൻ പൗഡറായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ്. നേരത്തെ ഇച്ചിരി തരിതരി ഉള്ളതായിരുന്നു, ഇതിപ്പോൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച അരിപ്പൊടി മാത്രമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഹണി വേണമെന്നുണ്ടെങ്കിലും അലോവേര വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മളുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ഹോം മെയ്ഡ് ടോണർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തി, ഇതുപോലത്തെ നമുക്ക് കിട്ടും. ചെമ്പരത്തി പൂവ് വീട്ടിലുണ്ടാച്ചാൽ അങ്ങനെ എടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, പക്ഷേ ഇപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളുടെ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓൺലൈനിൽ ഡ്രൈ ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്, അപ്പോൾ അത് വാങ്ങിക്കാം. ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് അവൈലബിൾ ആണ്. ഡ്രൈ ഫ്ലവേഴ്സ് ഒരുപാട് ടീ ഒക്കെ ഉണ്ടാക്കി അവിടെ കുടിക്കുന്നതാണ്. ഇനി നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കപ്പ് വെള്ളത്തിലേക്ക് വെച്ച് ഈ പൂവ് നന്നായിട്ട് ഈ രീതിയിൽ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇതിനകത്ത് ആയി കഴിയുമ്പോൾ നമ്മളിത് അടച്ച് തണുപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക 1:1 എന്നുള്ള അളവിൽ. അപ്പോൾ നമ്മൾ ടോണറും റെഡി ആയി കഴിഞ്ഞു. റെമഡിയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യാം. ഈ 2 ഓപ്ഷനും നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള റെമഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലെ കറുത്ത പാട് നന്നായിട്ട് മാറാൻ സഹായിക്കും, നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് മാറാൻ സഹായിക്കും. അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ കഴുത്തിലാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ മാത്രമായിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്നിൽ മൊത്തം നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടാനാണ് നമുക്ക് കഴുത്തിലും മുഖത്തും ചെവിയിലും ഒന്നിച്ചിടുക. ഏതെങ്കിലും ഭാഗത്തായിട്ട് നമുക്ക് കരിവാളിപ്പോ പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം തേച്ചാൽ മതി. മൊത്തമായിട്ട് തേക്കുമ്പോൾ നമുക്ക് അപ്പോഴും നമ്മളിങ്ങനെ എടുത്തറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഏതൊക്കെ ഭാഗത്ത് മാത്രം, ഇപ്പോൾ ഇവിടെയാണ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ റെഡ് സാൻഡൽവുഡ് പൗഡർ ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അത് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതും വളരെയധികം എഫക്റ്റീവുള്ള റെമഡിയാണ്. എൻ്റെ മിക്ക സ്കിൻ കെയർ റുട്ടീൻസിലും ഞാൻ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ നമ്മുടെ യൂട്യൂബ് വഴിയോ നിങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്, വളരെ സിമ്പിൾ റെമഡിയാണ്. ഞാനിപ്പോൾ എനിക്ക് കരിവാളിപ്പോൾ അങ്ങനത്തെ കണ്ണിന് താഴെയുള്ള പാടുകളില്ല, കഴുത്തിന് ചുറ്റും കറുത്ത പാടുകളൊന്നുമില്ല. ഞാനിത് യൂസ് ചെയ്യണത് ഫുൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്, സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ടിട്ടാണ് കാണിച്ചു തരാം. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, നോർമൽ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, ഡ്രൈ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഒന്ന് പാച്ച് ടെസ്റ്റ് നമ്മുടെ ഈ ചെവിയുടെ ബാക്ക് സൈഡിൽ ഒന്ന് തേച്ച് ഈ കൈയുടെ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അത് ഒന്നും കൂടെ നല്ലതാണ്. ഇതിടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. എന്നാലും ഒരു സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾക്ക് ഒരു സോഫ്റ്റ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെയാണ് ഞാൻ എല്ലാത്തിലും സമയം പറയണത്. ആ ഒരു ടൈം നമുക്ക് യൂസ് ചെയ്യാൻ മതി. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ടോണർ കാണിച്ചിട്ടുണ്ട്. ആ ടോണർ ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അതും എല്ലാ ടൈപ്പ് സ്കിന്നിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലാകെ ഇത് അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ സ്കിന്നിൽ ഗ്ലോ ഉണ്ടാവാനായിട്ടും സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കഴുകി റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. പാക്ക് ഇടുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്യണേ. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഇടാവുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് ഇടാം. അതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഇത് നന്നായിട്ട് എന്താ പറയുക, ഭയങ്കര ഇച്ചിരി സ്റ്റിക്കി പോലെ ഇരിക്കുക. അങ്ങനെ നന്നായിട്ട് വാട്ടർ കൺസിസ്റ്റൻസി ഉള്ളതല്ല, നന്നായിട്ടൊരു സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് ശേഷം നമുക്കിത് ഫേസിലും അതുപോലെ തന്നെ നമ്മളുടെ ഫുൾ ഞാനിപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനും സ്കിന്നിൻ്റെ ഒരു കെയറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. കണ്ണടിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കഴുത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കയ്യിലും കാലിലൊക്കെ ഇത് പുരട്ടാവുന്നതാണ്. ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജെൻസ് യൂസ് ചെയ്യണ്ട. അല്ലെന്നുണ്ടെങ്കിൽ ജെൻസിനിപ്പോൾ നമ്മുടെ
താടിയിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. താടിയിലും നമ്മുടെ കൺപീരി ഈ ഭാഗത്തൊന്നും ഐബ്രോസിലൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് ഡ്രൈ ആകും. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടോണർ നമ്മൾ ഉണ്ടാക്കിയിരിക്കും ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് വാഷ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ടോണർ യൂസ് ചെയ്ത് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ടോൺ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നമ്മുടെ സ്കിന്നൊന്ന് ടോൺ ചെയ്തേക്കുക. ക്ലെൻസിങ്ങും ടോണിങ്ങും അതുപോലെ മോയ്സ്ചറൈസിങ്ങും നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് 2 കാര്യം നമ്മൾ 2 നേരം ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ റോസ് വാട്ടർ ആണെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അത് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം നമ്മുടെ കയ്യിലിരിക്കുള്ളൂ. വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ ക്യാരി ചെയ്തിട്ട് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. ജസ്റ്റ് ടയേർഡ് ആവുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ടോൺ ചെയ്ത് കൊടുക്കണം. ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ശരിക്കും അങ്ങോട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടില്ല. നമുക്ക് 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിലോ അഥവാ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഒഴിവായിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ സ്കിന്നിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും മറക്കരുത്. ഇപ്പം നന്നായിട്ട് 25 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് വാഷ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓളെന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കുക. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം നന്നായിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ ടോണർ യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു കിറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.